എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരി 24 നടക്കുന്ന ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുമുള്ള മുൻവർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ ചോദ്യം: തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ പഠനാവശ്യത്തിനായി മോചിപ്പിക്കുന്നതിന് സർക്കാരിന് അധികാരം നൽകുന്ന ക്രിമിനൽ നടപടി ചട്ടം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ 432 സബ്സെക്ഷൻ 6. അടുത്തത്: ശിക്ഷാപ്രതികളുടെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്നതിനുള്ള ഉപദേശക സമിതിയുടെ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ജയിൽ വകുപ്പ് മേധാവി. ഉപദേശക സമിതി ചട്ടം 77 വകുപ്പ് 1 ഉപവകുപ്പ് പ്രകാരം രൂപീകരിച്ച ഉപദേശക സമിതിയാണ് ഓരോ സെൻട്രൽ ജയിലിലും തുറന്ന ജയിലിലും വനിതാ ജയിലിലും തടവുകാരുടെ കാലാവധി തീരുന്നതിന് മുമ്പുള്ള വിടുതൽ പരിശോധിക്കേണ്ടതും ഉചിതമായ ശുപാർശകൾ സർക്കാരിൽ സമർപ്പിക്കുകയും ചെയ്യുന്നത്. ഉപദേശക സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ജയിൽ വകുപ്പ് മേധാവി ഇതിൻ്റെ ചെയർമാനാണ്. ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലയുടെ കളക്ടർ, ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലയിലെ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് ജഡ്ജ്, ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലയിലെ കമ്മീഷണർ ഓഫ് പോലീസ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് പോലീസ് ചീഫ്, ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലയിലെ ഡിസ്ട്രിക്ട് പ്രൊബേഷൻ ഓഫീസർ, സർക്കാർ നിയമിക്കുന്ന 3 അനൗദ്യോഗിക അംഗങ്ങൾ എന്നിവരാണ് മെമ്പർമാർ. കൂടാതെ ബന്ധപ്പെട്ട ജയിൽ സൂപ്രണ്ട് മെമ്പർ സെക്രട്ടറി ആകുന്നു. അനൗദ്യോഗിക അംഗങ്ങളുടെ കാലാവധി സാധാരണഗതിയിൽ 5 വർഷമായിരിക്കും. സമിതിയുടെ കോറം 4 ആയിരിക്കും. അതിൽ ഒരാളെങ്കിലും അനൗദ്യോഗിക അംഗമായിരിക്കണം. 6 മാസത്തിലൊരിക്കലെങ്കിലും സമിതി കൂടേണ്ടതാണ്. അടുത്ത ചോദ്യം: 1993 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? ഉത്തരം ഓപ്ഷൻ എ 1993 ഒക്ടോബർ 12. 1993 സെപ്റ്റംബർ 28 നിലവിൽ വന്ന ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12. അടുത്തത്: ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ എ രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. അടുത്തത്: താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പറല്ലാത്തതാര്? ഉത്തരം ഓപ്ഷൻ ബി കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, NCPCR നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, ചീഫ് കമ്മീഷൻ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്നിവർ. അടുത്ത ചോദ്യം: ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ഉത്തരം ഓപ്ഷൻ സി പ്രധാനമന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ പ്രധാനമന്ത്രിയാണ്. ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ തുടങ്ങിയവർ സമിതി അംഗങ്ങളുമാണ്. അടുത്തത്: ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ? ഉത്തരം ഓപ്ഷൻ എ സെക്രട്ടറി ജനറൽ. അടുത്തത്: ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ഉത്തരം ഓപ്ഷൻ ബി ദീപക് സന്ധു. രണ്ടാമത്തെ വനിതയാണ് സുഷമ സിംഗ്. അടുത്തത്: വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ നൽകേണ്ട ഫീസ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇതൊന്നുമല്ല. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായുള്ള അപേക്ഷാ ഫീസ് 10 രൂപയാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അഥവാ BPL വിഭാഗക്കാരെ അപേക്ഷാ ഫീസ് നൽകുന്നതിൽ നിന്നും വിവരങ്ങൾ നൽകുമ്പോൾ ഈടാക്കേണ്ട ചെലവിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്തത്: ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി വിവരാവകാശ നിയമമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കാവൽ നായ എന്നും വിവരാവകാശ നിയമം അറിയപ്പെടുന്നു. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര്? ഉത്തരം ഓപ്ഷൻ സി APJ അബ്ദുൽ കലാം. 2005 ജൂൺ 15 പ്രസിഡന്റ് ഒപ്പുവെച്ചത്. നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. വിവരാവകാശ ഭേദഗതി നിയമം 2019 പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 1 നിലവിൽ വന്നത് 2019 ഒക്ടോബർ 24. അടുത്ത ചോദ്യം: കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെ നിയമിക്കുന്നതാര്? ഉത്തരം ഓപ്ഷൻ എ രാഷ്ട്രപതി.
കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും രാഷ്ട്രപതിയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്കാണ്. അടുത്തത്, മനോവിശ്ലേഷണ സിദ്ധാന്തം വിശദീകരിച്ചത് ആരാണ്? ഉത്തരം ഫ്രോയിഡ്. ഓസ്ട്രിയൻ മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡാണ് മാനസിക രോഗങ്ങൾ മനസ്സിലാക്കുന്നതിന് ചികിത്സിക്കുന്നതിനുമായി മനോവിശ്ലേഷണം അഥവാ സൈക്കോ അനാലിസിസ് എന്ന സമ്പ്രദായം രൂപപ്പെടുത്തിയത്. അടുത്തത്, താഴെ പറയുന്നതിൽ ദൃശ്യ സ്ഥലകാല ബുദ്ധി അഥവാ സ്പേഷ്യൽ ബുദ്ധി കൂടുതലായുള്ളത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ എ, ശില്പികൾ. ദൃശ്യ സ്ഥലകാല ബുദ്ധി അഥവാ സ്പേഷ്യൽ ഇൻ്റലിജൻസ് എന്നത് വിവിധ രൂപങ്ങൾ നിർമ്മിക്കാനും ത്രിമാന രൂപങ്ങൾ ഉൾക്കൊള്ളാനും ദിക്കുകൾ തിരിച്ചറിയാനും മറ്റും സഹായിക്കുന്ന ബുദ്ധിയാണ്. ചിത്രം വരയ്ക്കൽ, മാപ്പുകൾ തയ്യാറാക്കൽ, രൂപങ്ങൾ നിർമ്മിക്കൽ, നിറം നൽകൽ, കൊളാഷുകൾ തയ്യാറാക്കൽ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. അടുത്തത്, ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ഉത്തരം ഓപ്ഷൻ സി, പാരിസ്ഥിതികം. അടുത്ത ചോദ്യം, ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഡാഷ് ഉണ്ടാകുന്നു. ഉത്തരം ഓപ്ഷൻ ഡി, ഇച്ഛാഭംഗം. അടുത്തത്, ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടി അല്ലാതെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ഏത് തരം അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്? ഉത്തരം ഓപ്ഷൻ ബി, ആന്തരിക അഭിപ്രേരണ. ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിനും മുമ്പോട്ട് നയിക്കപ്പെടുന്നതിനും പ്രേരണാശക്തിയായി നിൽക്കുന്ന ചിന്താ ഘടകമാണ് പ്രചോദനം അഥവാ അഭിപ്രേരണ. അഭിപ്രേരണയെ രണ്ടായി നമുക്ക് തരംതിരിക്കാം. ഒന്ന് ആന്തരിക അഭിപ്രേരണയും രണ്ടാമത് ബാഹ്യ അഭിപ്രേരണയും. ബാഹ്യപ്രേരണയില്ലാതെ ഉള്ളിൽ നിന്നും വരുന്ന അഭിപ്രേരണയാണ് ആന്തരിക അഭിപ്രേരണ. ബാഹ്യപ്രേരണയുടെ ഫലമായി ഉണ്ടാകുന്നതാണ് ബാഹ്യ അഭിപ്രേരണ. അടുത്തത്, കേരളം രൂപീകൃതമായ ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത്? ഉത്തരം ഓപ്ഷൻ ബി, തവനൂർ സെൻട്രൽ ജയിൽ. ഐക്യ കേരളം രൂപപ്പെട്ട ശേഷം ആദ്യമായി നിർമ്മിച്ച സെൻട്രൽ ജയിൽ മലപ്പുറത്തെ തവനൂരിലാണ്. 2022 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ 4ാമത്തെ സെൻട്രൽ ജയിലാണിത്. പൂജപ്പുര, കണ്ണൂർ, വിയ്യൂർ എന്നിവയാണ് ആദ്യ 3 സെൻട്രൽ ജയിലുകൾ. സംസ്ഥാനത്തെ 2ാമത്തെ പഴക്കം ചെന്ന ജയിലും ആദ്യത്തെ സെൻട്രൽ ജയിലുമായ കണ്ണൂർ സെൻട്രൽ ജയിൽ 1869 സ്ഥാപിക്കപ്പെട്ടത്. 1861 സ്ഥാപിക്കപ്പെട്ട കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ. അടുത്ത ചോദ്യം, 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി, അലക്സാണ്ടർ ജേക്കബ്. ആദ്യ കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാനാണ് AP ഉദയഭാനു. അടുത്തത്, ബോസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നത് ഏത് പ്രായപരിധിയിലുള്ള തടവുകാരെയാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 18 മുതൽ 21 വരെ. 18നും 21നും ഇടയിൽ പ്രായമുള്ള എല്ലാ തടവുകാരെയും ബോസ്റ്റൽ സ്കൂളിലാണ് പ്രവേശിപ്പിക്കേണ്ടത്. 18നും 21നും ഇടയിൽ പ്രായമുള്ള എല്ലാ റിമാൻഡ് അഥവാ അണ്ടർ ട്രയൽ തടവുകാരെയും ബോസ്റ്റൽ സ്കൂളിലാണ് പാർപ്പിക്കേണ്ടത്. ബോസ്റ്റൽ സ്കൂളിൽ ശിക്ഷ അനുഭവിച്ചു വരുന്ന തടവുകാരെ 23 വയസ്സ് പൂർത്തിയാകുന്നവരെ അവിടെ തുടരാൻ അനുവദിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, തടവുകാരെ അകാല വിടുതലിന് സർക്കാരിന് മുൻപാകെ ശുപാർശ ചെയ്യുന്ന ഉപദേശക സമിതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 4 പ്രസ്താവനകൾ ശരിയാണ്. 3ാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. സമിതിയുടെ അധ്യക്ഷൻ ജയിൽ വകുപ്പ് മേധാവിയാണ്. ഈ പ്രസ്താവന ശരിയാണ്. 2ാമത്, ജില്ലാ കളക്ടർ ഈ സമിതിയിൽ അംഗമാണ്. ഈ പ്രസ്താവന ശരിയാണ്. 3ാമത്തത്, സമിതിയുടെ കോറം 5 ആയിരിക്കും. ഈ പ്രസ്താവന തെറ്റാണ്. സമിതിയുടെ കോറം 4 ആയിരിക്കും. അടുത്തത്, അനൗദ്യോഗിക അംഗങ്ങളുടെ എണ്ണം 3 ആണ്. ഈ പ്രസ്താവനയും ശരിയാണ്. അടുത്തത്, കേരള ജയിൽ വകുപ്പിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം പ്രസ്താവനകൾ മാത്രമാണ് ശരി. ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 3 തുറന്ന ജയിലുകളാണ് കേരളത്തിലുള്ളത്. ജയിൽ വകുപ്പിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 13 ജില്ലാ ജയിലുകളാണ് കേരളത്തിലുള്ളത്. അടുത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകുന്നവർ ആരൊക്കെയാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 4ഉം ആണ് ഉത്തരം. അടുത്ത ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 3ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായത്. അടുത്ത ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 11 ഡിസംബർ 1998 ഉത്തരം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് ചില വിവരങ്ങൾ നോക്കാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11-നാണ്.
സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 70 വയസ്സോ ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണെങ്കിലും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയാണ് ചെയർപേഴ്സൺ. നിയമസഭാ സ്പീക്കർ, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, നിയമസഭാ പ്രതിപക്ഷ നേതാവ് എന്നിവർ അടങ്ങിയിരിക്കുന്നു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ പുനർനിയമനത്തിന് അർഹരുമാണ്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഒന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. 2019 മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ യോഗ്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തിയായിരിക്കണം. മുൻപ് ഇത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് മാത്രമായിരുന്നു. അടുത്തത്, വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം ഏതാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 റദ്ദാക്കപ്പെട്ട നിയമം. അടുത്ത ചോദ്യം, കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 3, 4 പ്രസ്താവനകളാണ് ശരി. അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ 3 അംഗങ്ങളാണുള്ളത്. ഇതിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ലോക്സഭ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഇതിൻ്റെ അംഗങ്ങളാണ്. ഈ കമ്മിറ്റി വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുത്ത ശേഷം വിവരങ്ങൾ രാഷ്ട്രപതിക്ക് കൈമാറുന്നു. അതിനുശേഷം രാഷ്ട്രപതിയാണ് അംഗങ്ങളെ നിയമിക്കുന്നത്. അടുത്തത്, 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവയൊന്നുമല്ല. 2019 ഭേദഗതി അനുസരിച്ച് കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. എന്നാൽ 65 വയസ്സ് തികഞ്ഞതിന് ശേഷം ഉദ്യോഗത്തിൽ തുടരാൻ പാടില്ല എന്നുണ്ട്. അടുത്തത്, വിവരാവകാശ നിയമത്തിന് കീഴിൽ പൊതു അധികാര സ്ഥാനം എന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 പൊതു അധികാര സ്ഥാനം എന്നതിൽ ഉൾപ്പെടുന്നു. ഒരു പൊതു അധികാര സ്ഥാനത്തിൻ്റെ നിർവചനം എന്നത് ഇന്ത്യൻ ഭരണഘടന പ്രകാരമോ പാർലമെൻറ്റോ സംസ്ഥാന നിയമസഭകളോ നിർമ്മിച്ച നിയമം വഴിയോ സർക്കാർ വിജ്ഞാപനം വഴിയോ നിലവിൽ വന്നതോ രൂപീകരിക്കപ്പെട്ടതോ ആയ എല്ലാ സ്ഥാപനങ്ങളും പൊതു അധികാരങ്ങളാണ്. സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ളതോ നിയന്ത്രണത്തിലുള്ളതോ സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കുന്നതായ സർക്കാരിതര സ്ഥാപനങ്ങളും പൊതു അധികാരി എന്ന നിർവചനത്തിൽപ്പെടുന്നു. അടുത്തത്, ബുദ്ധിശക്തിയുടെ ബഹുമുഖ സിദ്ധാന്ത പ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തികൾ ഏതുതരം ബുദ്ധിയാണ് മുന്നിട്ട് നിൽക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, ശാരീരിക ചലനപര ബുദ്ധി. അടുത്തത്, മനോവിശ്ലേഷണ സിദ്ധാന്തം വികസിപ്പിച്ച വ്യക്തിയുടെ പേര്? ഉത്തരം ഓപ്ഷൻ എ, സിഗ്മണ്ട് ഫ്രോയിഡ്. അടുത്തത്, അയൽക്കാരുമായി നിരന്തരമായി ഉണ്ടാകുന്ന സംഘർഷം ഏതുതരം മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ഉത്തരം ഓപ്ഷൻ ഡി, സാമൂഹികം. അടുത്തത്, വ്യക്തമല്ലാത്തതും വ്യാപിച്ചും കിടക്കുന്നതും അരോചകവുമായ ഭയത്തെ അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ, ഉത്കണ്ഠയാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണമേത്? ഉത്തരം ഓപ്ഷൻ സി, നല്ല മാർക്ക് നേടണമെന്ന് സ്വയം പ്രേരണ തോന്നി പഠിക്കുന്നത്. അടുത്തത്, ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ? ഉത്തരം ഓപ്ഷൻ ഡി, സെൻട്രൽ ജയിൽ. അടുത്തത്, കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം പണി കഴിപ്പിച്ച ആദ്യ സെൻട്രൽ ജയിൽ? ഉത്തരം ഓപ്ഷൻ സി, തവനൂർ. അടുത്ത ചോദ്യം, സെൻട്രൽ ജയിൽ ജോയിൻ്റ് സൂപ്രണ്ടിന് സമാനമായ തസ്തിക? ഉത്തരം ഓപ്ഷൻ ബി, വനിതാ ജയിൽ സൂപ്രണ്ട്. അടുത്ത ചോദ്യം, നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം? ഉത്തരം ഓപ്ഷൻ ബി, 1962. ആകെ 3 തുറന്ന ജയിലുകളാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിൽ സ്ഥിതി ചെയ്യുന്ന നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ. 1962 ഓഗസ്റ്റ് 8 നെട്ടുകാൽത്തേരിയിൽ തുറന്ന ജയിൽ സ്ഥാപിതമാകുന്നത്. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലും ഒരു തുറന്ന ജയിലുണ്ട്. സ്ത്രീ തടവുകാർക്ക് വേണ്ടി തിരുവനന്തപുരത്തെ പൂജപ്പുരയിലെ ഒരു ഓപ്പൺ ജയിലും പ്രവർത്തിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം ഓപ്ഷൻ ഡി, തിരുവനന്തപുരം. അടുത്തത്, കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് വിവരാവകാശ ഓഫീസറിൻ്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ? ഉത്തരം ഓപ്ഷൻ ബി, PA to DGP. അടുത്ത ചോദ്യം, 2005 വിവരാവകാശ നിയമത്തിൻ്റെ 2ാം പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, വിജിലൻസ് ആണ്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം സാധാരണയായുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മേൽ മറുപടി നൽകുന്നതിനുള്ള പരമാവധി സമയം? ഉത്തരം ഓപ്ഷൻ സി, 30 ദിവസം.
വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തൽ നിന്നും ഒഴിവാക്കപ്പെട്ടത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. വിവരം പരസ്യപ്പെടുത്തേണ്ടെന്ന കോടതി വിധിയുള്ളവ. അടുത്ത ചോദ്യം, മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റികൾ ഉൾപ്പെടാത്തതാര്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ വൈസ് പ്രസിഡൻ്റാണ്. അടുത്ത ചോദ്യം, 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നതാര്? ഇതിൻ്റെ ഉത്തരം സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസാണ്. ഉത്തരം ഓപ്ഷൻ എ. 2019 ഭേദഗതി പ്രകാരം സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസിനോ സുപ്രീം കോടതി ജഡ്ജിനോ അധ്യക്ഷ പദവിയിലെത്താം. അടുത്ത ചോദ്യം, 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏതാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. വകുപ്പ് 2(1)(c). അടുത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകൾ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്യപ്പെട്ട രേഖയാണ് സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷമാണ് 1948 ഡിസംബർ 10. മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10-നാണ്. അടുത്തത്, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 3 വർഷ കാലയളവ്. പുനർനിയമന യോഗ്യതയുമുണ്ട് ഇവർക്ക്. അടുത്തത്, മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകനാര്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1 സിഗ്മണ്ട് ഫ്രോയിഡ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മാനസിക സമ്മർദ്ദത്തിൻ്റെ അന്തർമുഖമായ ലക്ഷണം ഏത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2 ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഉത്കണ്ഠയുടെ ശാരീരികമായ ലക്ഷണം ഏത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 4 വർദ്ധിച്ച ഹൃദയമിടിപ്പ്. അടുത്ത ചോദ്യം, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചതാര്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 3 ആണ്. ഹൊവാർഡ് ഗാർഡ്നർ. അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായ ഹൊവാർഡ് ഗാർഡ്നറാണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. 1983 പ്രസിദ്ധീകരിച്ച ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകത്തിലാണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അദ്ദേഹം വിശദീകരിച്ചത്. 9 തരം ബുദ്ധികളെക്കുറിച്ചാണ് അദ്ദേഹം വിശദീകരണം നൽകിയിരിക്കുന്നത്. ഭാഷാപരമായ ബുദ്ധി അഥവാ വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്. അടുത്തത്, യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്. അടുത്തത്, ദൃശ്യ സ്ഥലപരമായ ബുദ്ധി വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇൻ്റലിജൻസ്. അടുത്തത്, ശാരീരിക ചലനപരമായ ബുദ്ധി ബോഡിലി കിനസ്തെറ്റിക് ഇൻ്റലിജൻസ്. അടുത്തത്, സംഗീതപരമായ ബുദ്ധി മ്യൂസിക്കൽ ഇൻ്റലിജൻസ്. അടുത്തത്, വ്യക്തിയാന്തര ബുദ്ധി ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. അടുത്തത്, ആന്തരിക വൈയക്തിക ബുദ്ധി ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. അടുത്തത് 8 പ്രകൃതിപരമായ ബുദ്ധി നാച്ചുറൽ ഇൻ്റലിജൻസ്. അടുത്തത്, അസ്തിത്വപരമായ ബുദ്ധി എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയവയാണ് 9 തരം ബുദ്ധികൾ. അടുത്ത ചോദ്യം, മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെക്കുറിച്ചുള്ള ശ്രേണി സിദ്ധാന്തപ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 3 ആത്മസാക്ഷാത്കാര ആവശ്യം. മനുഷ്യ പ്രചോദനത്തെ പറ്റിയുള്ള ഒരു പ്രശസ്ത കാഴ്ചപ്പാട് അബ്രഹാം മാസ്ലോവിൻ്റെതാണ്. സ്വയം സാക്ഷാത്കാര സിദ്ധാന്തം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മാസ്ലോവിൻ്റെ ആവശ്യങ്ങളുടെ ആരോഹണ ശ്രേണി നമുക്ക് നോക്കാം. ശാരീരിക ആവശ്യം, സുരക്ഷാ ആവശ്യം, സ്നേഹ സാന്ത്വന ആവശ്യം, അഭിമാന ആവശ്യം, സ്വയം സാക്ഷാത്കാര ആവശ്യം എന്നാണ് ഈ പിരമിഡിൽ അറിയപ്പെടുന്നത്. മാസ്ലോവിൻ്റെ മാതൃകയിൽ താഴെത്തട്ടിൽ പ്രതിനിധീകരിക്കുന്നത് സാമാന്യ ശാരീരിക ജീവശാസ്ത്രപരമായ ആവശ്യങ്ങളാണ്. സ്വയം സാക്ഷാത്കാര ആവശ്യമാണ് ആരോഹണ ശ്രേണിയിലെ ഏറ്റവും ഉയർന്ന ആവശ്യം. അടുത്ത ചോദ്യം, അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 3. ഭീകരവാദികൾ, അപകടകാരികളായ തടവുകാർ, തീവ്രവാദികൾ എന്നിവരാണ് അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ. അടുത്തത്, കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കുമെന്ന പ്രസ്താവന തെറ്റാണ്. അടുത്തത്, തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിക്കുന്നതിനും ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആരാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. വെൽഫെയർ ഓഫീസർ. അടുത്തത്, 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സാന്മാർഗിക സേവനങ്ങളും നിർവഹണം ചട്ടങ്ങൾ പ്രകാരം
തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗമല്ലാത്തതാരാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പോലീസ് DGP. അടുത്തത്, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ശരിയായവ ഏതെന്ന് തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായ പ്രസ്ഥാനങ്ങൾ. തുറന്ന ജയിലുകളിൽ വേതനം അന്തേവാസികളായുള്ള തടവുകാർക്ക് കൂടുതലാണ്. അടുത്ത പ്രസ്താവന, അന്തേവാസികളായുള്ള തടവുകാർക്ക് സാധാരണ അവധിക്ക് പുറമെ 15 ദിവസത്തെ കുടുംബ അവധിക്ക് അർഹത തുറന്ന ജയിലുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. അടുത്തത്, മനുഷ്യാവകാശ കമ്മീഷൻ്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നതിന്. അടുത്ത ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത് ആരാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നായ ഒരു വ്യക്തി. അടുത്ത ചോദ്യം, ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 1 വർഷം. സെക്ഷൻ 36(2) പ്രകാരം മനുഷ്യാവകാശ ലംഘനം നടന്നെന്ന് ആരോപിക്കപ്പെടുന്ന തീയതി മുതൽ 1 വർഷം കഴിഞ്ഞ ശേഷം ഏതൊരു കാര്യത്തിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല എന്ന് നിയമം നിഷ്കർഷിക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, IG ആണ്. അടുത്തത്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ചുവടെ പറയുന്നതിൽ ആരാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, നിയമമന്ത്രി. അടുത്തത്, വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് എത്ര സമയത്തിനുള്ളിൽ മറുപടി നൽകണം? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 48 മണിക്കൂർ. അടുത്തത്, വിവരം ലഭിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ഉറപ്പുവരുത്തുന്നു? ഉത്തരം ഓപ്ഷൻ എ, 19. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ 250 വീതം ഓരോ ദിവസം പിഴ ചുമത്തേണ്ടതും അത്തരത്തിലുള്ള പിഴ സംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ലാത്തതുമാകുന്നു? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 25,000 രൂപയാണ്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ പറഞ്ഞിരിക്കുന്നതിൽ വിവരം വെളിപ്പെടുത്തുന്നതിൽ ഒഴിവാക്കൽ ചെയ്തിട്ടുള്ളത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 1, 2, 3 എന്നീ പ്രസ്ഥാനങ്ങളാണ്. ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും സുരക്ഷിതത്വത്തെയും മറ്റും ഹാനികരമായി ബാധിക്കുന്നവ, വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ച രഹസ്യ വിവരം, അറസ്റ്റിനെയോ പ്രോസിക്യൂഷൻ്റെ നടപടിക്രമത്തെയോ തടസ്സപ്പെടുന്ന വിവരം എന്നിവയാണ്. അടുത്ത ചോദ്യം, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിൻ്റെ ഘടനാപര മാതൃക രൂപപ്പെടുന്നതിന് ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്താണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഈദ്, ഈഗോ, സൂപ്പർ ഈഗോ എന്നിവ ചേർത്താണ്. ഓസ്ട്രിയൻ മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡാണ് മനോവിശ്ലേഷണ സിദ്ധാന്തം അഥവാ സൈക്കോ അനലിറ്റിക് തിയറിയുടെ ആവിഷ്കർത്താവ്. കാൾ യങ്, ആൽഫ്രഡ് ആഡ്ലർ എന്നിവരാണ് മറ്റു വക്താക്കൾ. ഇത് പ്രകാരം മനസ്സിന് 3 തലങ്ങളുണ്ട്: ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. മനോവിശ്ലേഷണ സിദ്ധാന്ത പ്രകാരം മനസ്സിൻ്റെ ഘടന 3ആയാണ് തിരിച്ചിരിക്കുന്നത്. ഈദ് എന്നാൽ മാനസിക ഊർജത്തിൻ്റെ ഉറവിടമാണ്. മനുഷ്യനിലെ മൃഗവാസനകൾ, സ്വന്തം ആനന്ദം മാത്രം ലക്ഷ്യം, വൈകാരിക നിയന്ത്രണമില്ല എന്നിവ ഇതിൻ്റെ പ്രത്യേകതയാണ്. ഈഗോ ആണ് അടുത്തത്. യാഥാർത്ഥ്യ ബോധത്താൽ നയിക്കപ്പെടുന്നവയാണ് ഈഗോ. നിയമങ്ങളെ മാനിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഈഗോയാണ്. അടുത്തത് സൂപ്പർ ഈഗോയാണ്. ആദർശബോധം, ഉയർന്ന ധാർമ്മിക ബോധം, മനസ്സാക്ഷിവ എന്നിവ ചേർന്നാണ് സൂപ്പർ ഈഗോ. അടുത്തത് മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാവുന്ന ആരോഗ്യകരമായ മനസ്സ്വാന്തന രീതി ഏത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നു. അടുത്ത ചോദ്യം, അബ്രഹാം മാസ്ലോവിൻ്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിഞ്ഞത് ഏത് ഘട്ടത്തിലാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ആത്മസാക്ഷാത്കാരം. അടുത്ത ചോദ്യം, ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം പ്രസ്ഥാനങ്ങൾ. പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം. ഭാവിയിൽ സംഭവിക്കുന്നതായി കരുതപ്പെടുന്ന കാര്യങ്ങളുള്ള ആശങ്കയാണ് ഉത്കണ്ഠ എന്നീ പ്രസ്ഥാനങ്ങൾ ശരിയാണ്. അടുത്തത്, ഹൊവാർഡ് ഗാർഡനറിൻ്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുന്നതിനുമുള്ള കഴിവാണ് ഇത്.
ജനുവരി 24 നടക്കുന്ന ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുമുള്ള മുൻവർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.